അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് يئسوا من الآخرة كما يئس الكفار من أصحاب القبور. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് മുംതഹിനയിലെ 13-ാമത്തെ ആയത്ത്, പൊതുവായ സൂറത്തിലെ അവസാനത്തെ ആയത്താണ്. അർത്ഥം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തതവല്ലൗ, നിങ്ങൾ രക്ഷാധികാരികളാക്കരുത്, ഖൗമൻ, ഒരു ജനതയെ, ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരോട് കോപിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു കോപിച്ച ഒരു ജനതയെ നിങ്ങൾ രക്ഷാധികാരികളാക്കരുത്. ഖദ് യഇസൂ, അവർ നിരാശരായിരിക്കുന്നു, മിനൽ ആഖിറത്തി, പരലോകത്തിൻ്റെ കാര്യത്തെപ്പറ്റി, കമാ യഇസ, നിരാശരായതുപോലെ, അൽ കുഫാറു, സത്യനിഷേധികൾ നിരാശരായതുപോലെ, മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളായ ആളുകൾ, സത്യനിഷേധികളായ ഖബറാളികൾ നിരാശരായതുപോലെ. ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. വിശ്വാസികളോട് പൊതുവായിട്ട് പറയുന്ന ഒരു നിർദ്ദേശമാണ്: യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങൾ വലിയകളാക്കരുത്, അള്ളാഹു കോപിച്ചവരെ വലിയകളാക്കരുത്. കോപത്തിനിരയായവർ എന്നത് സൂറത്തുൽ ബഖറയിൽ തുടങ്ങി പറയുന്ന ജൂതന്മാരെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെയുമുള്ള ആളുകളാവാം. ഇവിടെ വലിയ എന്ന് പറയുന്നത് 2-3 അർത്ഥത്തിലാണ്. അത് ഈ സൂറത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആത്മമിത്രമാണ്, ആത്മമിത്രമാക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോരുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല. രണ്ടാമത്തെ അർത്ഥം രക്ഷകർത്താക്കളാണ്. നമ്മുടെയൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന രക്ഷകർത്താക്കളാക്കാൻ പാടില്ല. മറ്റൊന്ന് നേതാക്കന്മാരാണ്. ഗോത്ര സംവിധാനങ്ങളൊക്കെ അതിൻ്റെ നേതാക്കന്മാർ പറയുന്നതും പ്രവാചകൻ പറയുന്നതും ഏത് പറയുന്നതാണ് അനുസരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ നേതാക്കന്മാരായും നിങ്ങൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ്. ജൂതന്മാരുമായി അടുത്ത ബന്ധമുള്ള മുനാഫിക്കീങ്ങൾ, ജൂതന്മാരിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചു വന്ന ആളുകൾ, ഇവരെയൊക്കെ വലിയകളാക്കുന്നതിനെയാണ് ഇവിടെ വിലക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർ നിരാശരാണ്. അത് അവർക്ക് തന്നെ അറിയാം. ഞങ്ങൾ ഈ ജൂത വിശ്വാസത്തിൽ നിന്നുകൊണ്ടൊരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടൂല. അവർ പരലോകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിരാശയാണ് സംഭവിക്കുക എന്നുള്ളത് അവർക്കറിയാം. എന്നിട്ട് അതിനെ ഉപമിക്കുന്നത് കാഫിരീങ്ങളായ ആളുകൾ, മരണപ്പെട്ടുപോയ കാഫിരീങ്ങൾ നിരാശരായതുപോലെ, നിഷേധികൾ നിരാശരായതുപോലെ. അപ്പോൾ മരണപ്പെടാത്ത കാഫിരീങ്ങളോ? അവർക്കറിയാം ഞങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, അഥവാ അവർക്ക് ഇനിയും അവസരമുണ്ട്, വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം. എന്നാൽ കാഫിരീങ്ങളായി മരിച്ച ആളുകളോ? അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് യാതൊരു അവസരവുമില്ലാതെ നിരാശരായവരാണ്. അങ്ങനെയുള്ള ആളുകളെ വലിയകളാക്കരുത് എന്നതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം. ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയാണ്. ധാരാളമായി ഖുർആൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഖുർആനിൻ്റെ മാസമാണ്. തുടർന്നും മറ്റു സൂറത്തുകൾ ഈ ചാനലിലൂടെ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ദുആകളിൽ ഉൾപ്പെടുത്തണം. ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു
ഖുർആനിൻ്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.